കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രമുഖ നേതാക്കളെ ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 1500 കേന്ദ്രങ്ങളിൽ KCB ഓഫീസിന്റെ ഫ്രണ്ടിൽ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും KCB കൊള്ളയ്ക്കെതിരെയും യൂത്ത് കോൺഗ്രസ് അങ്കമാലി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഇന്നിവിടെ പ്രതിഷേധ ജാല സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിലേക്ക് കടന്നു വന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ യോഗത്തിന്റെ ഉദ്ഘാടകനായ അങ്കമാലി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പോൾ ജോറെ ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, 500 കേന്ദ്രങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന KCBക്കെതിരെ സമരം ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. സമരം പണ്ടത്തെ കാലഘട്ടത്തിൽ സാധാരണ ആളുകൾ ഉപയോഗിച്ചിരുന്ന ചൂട്ട് കത്തിച്ചുകൊണ്ടാണ് സമരം ആരംഭിച്ചിരിക്കുന്നത്. അത് മറ്റൊന്നുകൊണ്ടല്ല, ഈ പിണറായി 2.0 വന്നതിന് ശേഷം 30ഉം 50ഉം കൊല്ലം പുറകോട്ടടിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ കേരളത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്രാചീന കാലഘട്ടങ്ങളിൽ ചൂട്ട് കത്തിച്ച് യാത്ര ചെയ്ത പോലെ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ KCBയിലൂടെ വൈദ്യുതി നിരക്ക് കുത്തനെ കൂട്ടിയിട്ട് സാധാരണ ജനങ്ങൾ ചൂട്ട് കത്തിച്ച് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് മാറുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ 1500 മണ്ഡലങ്ങളിൽ ഈ പ്രതിഷേധജാല കത്തുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ വൈദ്യുതി നിരക്ക് 16 പൈസയാണ് ഒരു യൂണിറ്റിന് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതെന്താ, വെള്ളരിക്ക പട്ടണമാണോ? വയനാടിന് ദുരിതത്തിന് ശേഷം പിണറായിയുടെ ഫണ്ടിലേക്ക് കടന്നു വന്ന് ദുരിതാശ്വാസ നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരൊറ്റ പൈസ പോലും ചെലവാക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ പിണറായി വിജയൻ പാവങ്ങളെ വീണ്ടും കൊള്ളയടിക്കുന്ന തലത്തിലേക്ക് ഒരു യൂണിറ്റിന് 16 പൈസയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് എവിടെ ചെന്ന് അവസാനിക്കും? സാധാരണ ജനങ്ങൾക്ക് ഇവിടെ എന്താ ജീവിക്കണ്ടേ? ആ തരത്തിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. കച്ചവടക്കാരെല്ലാം ഒരു ദിവസത്തെ വാടക കൊടുക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ പിണറായി വിജയൻ ചെയ്ത
ഒരു ഉപകാരമാണ് വൈദ്യുതി നിരക്ക് 16 പൈസ കൂട്ടിയത്. നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു യൂണിറ്റിന് 16 പൈസയല്ലേ? ഒരു സാധാരണ ഒരു ആളുടെ വീട്ടില് എത്ര യൂണിറ്റ് വൈദ്യുതി ഒരു ദിവസം ഉപയോഗിക്കും? വേണ്ട, കറണ്ട് ചാർജ് വരുമ്പോ എത്ര യൂണിറ്റ് വൈദ്യുതി വരുന്നുണ്ട്? വെള്ളത്തിന്റെ പൈസ കൂട്ടിയ പോലെ തന്നെ 1 ലിറ്ററിന് ഇച്ചിരി രൂപയല്ലേ കൂട്ടുള്ളൂ എന്നാണ് മന്ത്രി പറഞ്ഞത്. അതെ, ഇച്ചിരി രൂപയെ കൂട്ടുന്നുള്ളൂ. 1000 ലിറ്ററും 1500 ലിറ്ററും 500 ലിറ്ററൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഒരു മാസത്തെ ചാർജ് വരുമ്പോ ഇച്ചിരിയല്ല ചാർജ് വരുന്നത്, ഇരട്ടിയിലധികമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ പ്രതിഷേധം ചൂട്ട് കത്തിച്ചുകൊണ്ട് തന്നെ പ്രാചീന കാലഘട്ടത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് മുന്നോട്ടിറങ്ങി ആ കാലഘട്ടത്തിലേക്ക് സാധാരണ ജനങ്ങളെ അയച്ചുവിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അറിയിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഇപ്പം നമുക്കറിയാം 16 പൈസ തുടങ്ങി നമ്മളെന്താ ഗ്യാസിനായാലും നമ്മളുടെ നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം ആയാലും അടിക്കടി ദിവസം പ്രതി വില വർധനവുകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ എന്തിനാണെന്ന് പറയുക? പെൻഷൻ കൊടുക്കാനാണെന്ന് പറയുന്നത്. പെൻഷൻകാരോട് ചോദിച്ചാൽ പെൻഷൻകാരെന്ത് പറയും? 2-3 മാസം അല്ലെങ്കിൽ 4 മാസം 5 മാസം 6 മാസം പെൻഷൻ കിട്ടിയിട്ടില്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ അടിക്കടി എന്താ പറയണേ ഈ വില വർധനവും അതേപോലെ തന്നെ നമ്മളുടെ KECB ആയാലും വാതകത്തിനായാലും ഒക്കെ നിരന്തരം നമ്മൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന പെട്രോള് അങ്ങനെ സമസ്ത മേഖലകളിലും വില വർധനവ് നൽകിക്കൊണ്ട് ഒരു കേരളത്തിലെ ഒരു കുറുവാ സംഘമായിട്ട് കേരളത്തിലെ ഗവൺമെന്റ് സർക്കാർ പ്രവർത്തിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് KECBക്ക് മുന്നിൽ ഈ വില വർധനവിനെതിരെ നടത്തുന്ന ഈ പ്രതിഷേധ സമരത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഒരു ഇലക്ട്രിസിറ്റി ചാർജ് വില വർധനവിനെതിരെ യൂത്ത് കോൺഗ്രസ് അങ്കമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധങ്ങളാണ് ഈ ദിവസങ്ങളിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദിവസം KECB ഓഫീസിന് മുന്നിൽ ചൂട്ട് കത്തിച്ച് പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസ് അങ്കമാലി മണ്ഡലം കമ്മിറ്റിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.